സ്ഥാനാർത്ഥി നിർണയത്തിൽ സിപിഎമ്മിന് തലവേദനയായി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ അപസ്വരങ്ങൾ. ആലപ്പുഴയിൽ ജി സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നതും ഇടുക്കിയിൽ എം മണിയെ ഒഴിവാക്കിയതും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക. തളിപ്പറമ്പിൽ പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സിപിഎമ്മിൽ കടുത്ത എതിർപ്പ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച പുതുയുഗയാത്രയ്ക്ക് സമാപനമാകുന്നതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. നാളെ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തെത്തുന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ നീക്കം. തർക്കമുള്ള സീറ്റുകളിൽ ചർച്ച തുടരുന്നു. യുദ്ധഭീതി ഒഴിയാതെ പശ്ചിമേഷ്യ. ഇറാനിൽ മരണം 1230. ഇറാൻ തകർക്കപ്പെടുമെന്നും അമേരിക്കൻ സൈന്യം മുന്നിലെന്നും പ്രസിഡന്റ് ട്രംപ്. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ പടക്കപ്പൽ തകർത്തെന്ന് ആവർത്തിച്ച് ഇറാൻ. കരയുദ്ധം നടത്തിയാലും നേരിടുമെന്ന് ഇറാൻ. ബീഹാറിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ച സജീവം. ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി, കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ്, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ തുടങ്ങിയ പേരുകൾ പരിഗണനയിൽ. ബീഹാറിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബിജെപിക്ക് മുഖ്യമന്ത്രി. തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് യുദ്ധവിമാനത്തിനായി തിരച്ചിൽ. സുഖോയ് 30 MK-1 യുദ്ധവിമാനം റഡാറിൽ നിന്ന് ബന്ധം നഷ്ടമായതായി പ്രതിരോധ വകുപ്പ്. രക്ഷാദൌത്യം ആരംഭിച്ചതായി വ്യോമസേന. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന്റെ അപ്പീലിൽ വിധി ഇന്ന്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം. കൃത്രിമം നടത്തിയതിന് തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ. രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി ഇന്ന് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ. T20 ലോകകപ്പിൽ ഇംഗ്ലണ്ടിലെ 7 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ. സഞ്ജു സാംസൺ മാൻ ഓഫ് ദി മാച്ച്. ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ ഞായറാഴ്ച അഹമ്മദാബാദിൽ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ആദ്യം. തെരഞ്ഞെടുപ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിപിഎമ്മിന് തലവേദനയായി കണ്ണൂർ, പാലക്കാട് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന അപസ്വരങ്ങൾ. ആലപ്പുഴയിൽ ജി സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നതും ഇടുക്കിയിൽ എം മണിയെ ഒഴിവാക്കിയതും തിരിച്ചടിയാകുമോ എന്നാണ് ആശങ്ക. അതിനിടെ ഇടതുമുന്നണിയിൽ ഉഭയകക്ഷി ചർച്ചകളിലും തീരുമാനം വൈകുകയാണ്. 13 സീറ്റ് വേണമെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ കേരള കോൺഗ്രസ് ഉണ്ട്. തിരുവനന്തപുരം സീറ്റ് സിപിഎം ഏറ്റെടുക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അൺഫിലിറ്റ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അൺഫിലിറ്റ്, ഈ സംസ്ഥാന സമിതി അംഗീകരിച്ച പട്ടിക ഇനി പിന്നീട് ജില്ലാ കമ്മിറ്റിക്കൊക്കെ കൈമാറി അതിൽ ചർച്ചകളൊക്കെ നടക്കും. പക്ഷേ അപ്പോഴും സിപിഎമ്മിൻ്റെ ഈ പലയിടത്തു നിന്ന് വരുന്ന ഭിന്ന സ്വരങ്ങളൊക്കെ, എതിർപ്പുകളൊക്കെ സിപിഎമ്മിന് തലവേദനയാണ്. പ്രത്യേകിച്ച് മുതിർന്ന നേതാവ് ജി സുധാകരൻ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നതൊക്കെ ആ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ആലപ്പുഴയിൽ ഉൾപ്പെടെ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാകും പാർട്ടി ഇത് കൈകാര്യം ചെയ്യുക? തീർച്ചയായും സിപിഎമ്മിനെ സംബന്ധിച്ച് ഈ ഏറ്റവും നിർണായകമായ അത് 3 മുന്നണികളും സംസ്ഥാനത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകം തന്നെയാണ്. ഇടതുമുന്നണി നിറയെ ഏറെ കണക്കൂട്ടലോടുകൂടി തന്നെയാണ് ഭരണമുന്നണി കളത്തിലിറങ്ങുന്നത്. കാരണം 3ാം തുടർ ഭരണം അത് കിട്ടിയേ മതിയാകൂ എന്ന കണക്കുകൂട്ടൽ വലിയ രീതിയിൽ തന്നെയാണ് പ്രചാരണവുമൊക്കെ, കൊടിയൊട്ട പ്രചാരണവും തന്ത്രങ്ങളുമൊക്കെ നീക്കുന്നതിനിടയിലാണ് ഈ സിപിഎമ്മിനെ സംബന്ധിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് കണ്ണൂർ, പാലക്കാട്, ആലപ്പുഴ, ഒപ്പം തന്നെ ഇടുക്കിയിലൊക്കെ തന്നെയും ചില അസ്വാരസ്യങ്ങളുമൊക്കെ തന്നെ പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് ഉയരുന്നത് പാർട്ടി ആശങ്കയോടുകൂടി തന്നെയാണ് കാണുന്നത്. പക്ഷേ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി പട്ടികകളിലൊക്കെ തന്നെയും സംസ്ഥാന ഘടകം ഇടപെട്ട് സംസ്ഥാന ഘടകത്തിൻ്റെ നിർദ്ദേശാനുസരണം തിരിച്ച് പട്ടിക ജില്ലാ ഘടകങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ കണ്ണൂരിലാണ് ഏറ്റവും പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ തന്നെയാണ് പി കെ ശ്യാമളയുടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അവിടെ ഉയരുന്നു. അത് പക്ഷേ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് പിന്നെയും തർക്കങ്ങൾ ഉടലെടുത്തെങ്കിലും
എങ്കിൽ പോലും അതൊരു തർക്കമായി മാറിയിട്ടില്ല. അപസ്വരങ്ങളും അസ്വാരസ്യങ്ങളും മാത്രമാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. അതിലൊക്കെ തന്നെയും സംസ്ഥാന കമ്മിറ്റി പ്രാദേശിക ഘടകങ്ങളുടെ വികാരം മാത്രം, അത് അങ്ങനെ മാത്രം കണ്ടാൽ മതി, അതൊന്നും തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നൊരു വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. ഒപ്പം തന്നെയും ഈ ആലപ്പുഴയെ സംബന്ധിച്ച് നമുക്കറിയാം ജി സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളത്. ജി സുധാകരൻ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സംഘടനാ ചുമതലയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ജി സുധാകരൻ ഫേസ്ബുക്കിലൂടെ സംസ്ഥാന നേതൃത്വത്തെയാണ് വെല്ലുവിളിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരൻ ഒരുപക്ഷെ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത ഇപ്പോഴും തള്ളിക്കളയാനാവുകയില്ല. പാർട്ടി നേതൃത്വം അനുനയിപ്പിച്ചു, അദ്ദേഹത്തെ അനുനയിക്കാനൊക്കെ ശ്രമിക്കുന്നു. എം.വി. ഗോവിന്ദൻ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്ത് വിളിച്ചു എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും ഒരു അനുനയത്തിൻ്റെ പാതയില്ല, ഇപ്പോഴും ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. ആ തക്കം നോക്കി തന്നെ ഈ വലതും കോൺഗ്രസ് KC വേണുഗോപാൽ അടക്കമുള്ളവർ അദ്ദേഹത്തെ കാണാനുള്ള ശ്രമവും അദ്ദേഹവുമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ CPM വളരെ കരുതലോടെ തന്നെയാണ് വീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ അവിടെ ഇടയുകയാണെങ്കിൽ അത് തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തൽ CPM-നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പാലക്കാട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. CPM വിരുദ്ധമായ ഒരു മുന്നണി, ഒരു പാർട്ടി പോലെ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ അവിടെ ഉണ്ടാകുന്നു പാലക്കാട്. അത് CPM-ന്റെ പാലക്കാട് കേന്ദ്രത്തിനെതിരെയാണ്, പാലക്കാട് നേതൃത്വത്തിനെതിരെയാണ് ഈ മുന്നണി ജനകീയ കൂട്ടായ്മ ഉണ്ടായത്. ആ പാർട്ടി വിരുദ്ധരുടെ കൂട്ടായ്മയിൽ PK ശശി പ്രസംഗിച്ചതും PK ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ PK ശശി ഒരു വ്യക്തിയല്ല പാലക്കാട്. ഈ പാലക്കാട് PK ശശിയെ പോലെ ജില്ലാ ഘടകത്തിന് ഇടഞ്ഞു നിൽക്കുന്ന വലിയൊരു വിഭാഗം അവിടെയുണ്ട്. ഇത് പാലക്കാട് പോലുള്ളൊരു സ്ഥലത്ത് 2026 നേരിടുമ്പോൾ CPM-ന് അവിടെ ഒരു കനത്ത ആഘാതം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലുണ്ട്. അതിനപ്പുറത്തേക്ക് ഇടുക്കിയിൽ നിന്ന് ഇടുക്കി നേതൃത്വം ജില്ലാ ഘടകം നൽകിയത് MM മണിയുടെ പേരാണ്. MM മണിയുടെ പേരാണ് വെട്ടിയിട്ടാണ് അവിടെ KK ജയചന്ദ്രൻ്റെ പേര് സംസ്ഥാന നേതൃത്വം നൽകിയത്. MM മണിക്ക് വീണ്ടും 4ാമതൊരു തവണയും കൊടുക്കേണ്ടതില്ല എന്നൊരു ന്യായീകരണം ഈ ടേം വ്യവസ്ഥ പറഞ്ഞെങ്കിലും ഇടുക്കിയെ സംബന്ധിച്ച് MM മണി എന്ന് പറയുന്നത് ഇടുക്കിയിലെ പ്രാദേശിക ഘടകങ്ങളിൽ നിന്നുണ്ടാകുന്നൊരു വികാരം അത് വലിയ രീതിയിൽ MMA ഇടങ്ങി നിൽക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നൊരു മുന്നറിയിപ്പും ഇപ്പോൾ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് തന്നെ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനമായ ശക്തി കേന്ദ്രങ്ങളായ 4 അതിൽ ഏറ്റവും തലവേദനയാകുന്നത് കണ്ണൂർ തന്നെയാകും. അപ്പോൾ ഈ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ അവസരങ്ങൾ, ഇപ്പോൾ അതൊരു അവസരം മാത്രമേ മാറിയിട്ടുള്ളൂ. ഇനി അതൊരു വലിയൊരു തർക്കങ്ങളിലേക്കൊക്കെ പൊട്ടിത്തെറികളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത, അത് തുടക്കത്തിലേ നുള്ളിക്കളയാനുള്ള ശ്രമമൊക്കെ സംസ്ഥാന നേതൃത്വം അനുനയ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം ഫലവത്താകുമെന്നതൊക്കെയാണ് ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ആശങ്കയിലാക്കുന്നത്. ഒപ്പം തന്നെയും ഇടതുമുന്നണിയിൽ ഈ ഘടകകക്ഷികളുമായ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ വൈകുന്നു എന്നുള്ളതും ഒരു വിഷയം തന്നെയാണ്. അതിൽ ഏറ്റവും തലവേദനയാകുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം തന്നെയാണ്. 13 സീറ്റ് എന്ന നിലപാടിൽ അവർ വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുകയാണ്. ഇനിയും ഘടകം ഉപയോഗിച്ച് ചർച്ചകൾ തുടരുക തന്നെ ചെയ്യും. പക്ഷേ വിജ്ഞാപനം വരുമ്പോഴത്തേക്കും തൊട്ട് പിന്നാലെ തന്നെ ഇത് പ്രഖ്യാപനം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലം ആന്റണി രാജുവിൽ നിന്ന് എടുക്കുക എന്നുള്ളത് വലിയൊരു വികാരമായി CPM ജില്ലാ ഘടകത്തിനുണ്ട്. പക്ഷേ ആന്റണി രാജു അതിൽ നിന്നും അയയുന്നൊരു മട്ടില്ല. കാരണം ആന്റണി രാജു ഹൈക്കോടതിയിലെ കേസ് നിർണായകമാണ്. അതിൽ വിധി വന്നു കഴിഞ്ഞാൽ തനിക്ക് അയോഗ്യത മാറിക്കിട്ടപ്പോൾ ആ സീറ്റ് തനിക്ക് തന്നെ വേണമെന്ന രീതിയിൽ ആന്റണി രാജു നിൽക്കുകയാണ്. ഒരുപക്ഷെ തനിക്ക് അയോഗ്യത വന്നാലും താൻ നിർദ്ദേശിക്കുന്ന തൻ്റെ പാർട്ടിയിൽ മറ്റാളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ആന്റണി രാജു ഉറപ്പിച്ചു നിൽക്കുന്നത്. അങ്ങനെ ഘടകകക്ഷികളുമായുള്ള തീരുമാനത്തിലും ചർച്ചകളിലും ഒരു തീരുമാനം വൈകുന്ന ഒരു സാഹചര്യമാണ് ഇടതുമുന്നണിയിലുള്ളത്. മായ, തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിസന്ധികൾ നേരിടുമ്പോൾ കണ്ണൂരും പാലക്കാടും പ്രത്യേകിച്ച് ആ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെയുള്ള ഈ അപസ്വരങ്ങളൊക്കെ ഇനി പാർട്ടി ഏത് രീതിയിൽ നേരിടും എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. അത് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അൺഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. ഈ നേരത്തെ അൺഫിലിറ്റ് സൂചിപ്പിച്ച വാർത്തയിൽ നിന്ന് വരികയാണെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ എതിർപ്പൊക്കെ നമ്മൾ ഉയർന്നു കേട്ടിട്ടുള്ളത് തളിപ്പറമ്പിൽ നിന്നാണ്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അവിടെ കടുത്ത എതിർപ്പാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നതാണ്. ഈ പാർട്ടി അംഗങ്ങളും അനുഭാവികളും ഒക്കെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും യോഗങ്ങളിലുമൊക്കെ എതിർപ്പ് അറിയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശ്യാമളയ്ക്ക് പകരം MV ജയരാജനെ മത്സരിപ്പിക്കണമെന്ന ഒരു ആവശ്യവും നിർദ്ദേശവും ഉയർന്നു വരുന്നുണ്ട്. മണ്ഡലം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും പ്രവർത്തകർക്കിടയിലുണ്ട്. അതേസമയം സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് വിവാദങ്ങൾ അനാവശ്യമാണെന്നും ഭാര്യാപദം ഇപ്പോൾ എങ്ങനെയാണ് പൊട്ടിമുളച്ചത് എന്നുമൊക്കെ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രതികരിച്ചതായി നമ്മൾ വാർത്തകളും കൊടുത്തിരുന്നു. എന്തായാലും തളിപ്പറമ്പിൽ ഉടലെടുക്കുന്ന വിഭാഗീയതയിൽ യുവനേതാവും ആശങ്ക പങ്കുവച്ചതായി വിവരങ്ങളും വരുന്നുണ്ട്. ജോസഫുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജോസഫ്, ഈ PK ശ്യാമളയുടെ പേര് ഉയർന്നത് മുതൽ വ്യാപകമായ ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കണ്ടു. പ്രത്യേകിച്ച് ഈ ആന്തൂർ വിവാദമാണോ ഇതിന് ഒരു പ്രധാന കാരണമായി വരുന്നത്, അല്ലെങ്കിൽ മറ്റ് പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങളാണോ ഇതിന് പിന്നിൽ? എന്തൊക്കെയാണ് വിവരം?
മായ, പി കെ ശ്യാമളയുടെ പേര് തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉയർന്നതിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധങ്ങൾ, അതുപോലെ തന്നെ വിയോജിപ്പുകൾ, എതിർപ്പുകൾ അത് മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പിൽ ഏറ്റവും കൂടുതൽ അടിത്തറയുള്ളത് ഒന്ന് ആന്തൂരിലും അതുപോലെ തന്നെ മയ്യയിലും മലപ്പട്ടത്തുമാണ്. ഈ 3 പ്രദേശങ്ങളിൽ നിന്നും കടുത്ത വിയോജിപ്പ് പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ ലോക്കൽ കമ്മിറ്റികളിലെല്ലാം തന്നെ ഇതിനെതിരെ ഉള്ള ചർച്ചകളും ധാരാളമായി നടന്നിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇ പി ജയരാജനെ പോലുള്ള അല്ലെങ്കിൽ പി ജയരാജന്മാരിൽ ആരെങ്കിലും ഒരാളെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് ശക്തമാക്കിക്കൊണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി കെ ശ്യാമളയ്ക്ക് ജനകീയ പിന്തുണയില്ല എന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായും ആരോപിക്കുന്നത്. നേരത്തെ തളിപ്പറമ്പ് നഗരസഭയുടെ അധ്യക്ഷയായിരുന്നു, അതുപോലെ തന്നെ ആന്തൂർ നഗരസഭയിലെ അധ്യക്ഷയായിരുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഇവർ ജനങ്ങളുമായി കൂടുതൽ സംവദിക്കാതെ അത്തരത്തിൽ ഒരു അധികാര വർഗത്തിന്റെ സ്വഭാവം കാണിച്ചു. അത് ഇത്തരത്തിൽ പാർട്ടിക്ക് ഗുണകരമാകില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പ്രവർത്തകർ പ്രധാനമായും ആരോപിക്കുന്നത്. മാത്രവുമല്ല, ആന്തൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ ആയിരിക്കുന്ന കാലത്ത് പ്രവാസി വ്യവസായിട്ടുള്ള സാജന്റെ ആത്മഹത്യയിൽ ഈ പി കെ ശ്യാമളയുടെ പങ്ക് അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത്തരത്തിൽ പി കെ ശ്യാമളയുടെ പിടിവാശിയാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ള ആരോപണങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. അത് വീണ്ടും സജീവ രാഷ്ട്രീയ ചർച്ചയായി തളിപ്പറമ്പ് മണ്ഡലത്തിൽ മാറുകയാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബലിഷ്ഠമായ പാർട്ടി സംവിധാനങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് തളിപ്പറമ്പ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ 4000 വോട്ടുകളുടെ ഭൂരിപക്ഷം കെ സുധാകരന് ഈ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഒരു അട്ടിമറി വിജയം അവർക്ക് UDF-ന് സമ്മാനിക്കുമെന്നാണ് ഈ പ്രവർത്തകർ ആശങ്കപ്പെടുന്നത്. ഇതേ ആശങ്ക ഇന്നലെ കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും യുവ നേതാവും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇത്തരത്തിൽ ഈ ജയരാജന്മാരിൽ ആരെങ്കിലും ഒരാളെ പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അതിൽ തന്നെ ഈ പി ജയരാജന്റെയും അതുപോലെ തന്നെ ഈ ജയരാജന്റെയൊക്കെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും പ്രവർത്തകർ ഇത്തരത്തിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ അതിന് സന്നദ്ധരാണ്. അത്തരത്തിൽ അവരെ സ്വാഗതപൂർവ്വം സ്വീകരിക്കുമെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ പി കെ ശ്യാമളനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറാകില്ല. ഒരു പക്ഷേ ഇത്തരത്തിൽ മണ്ഡലം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനായിരിക്കും CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ശ്രമിക്കുന്നതെന്നുള്ള ഗുരുതരമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും MP ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ ജയിക്കുക എന്നുള്ള പി കെ ശ്യാമളയെ ജയിപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായും ഏറെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം കൂടിയാണ്. കാരണം ഇത്തരത്തിൽ MP ഗോവിന്ദനെ പോലെ വലിയ രീതിയിലുള്ള പാർട്ടി അടിത്തറ ഉള്ള ആളല്ല, ജനകീയ മുഖമുള്ള ആളല്ല. അതെല്ലാം പി കെ ശ്യാമളയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചുകൊണ്ട് MP ഗോവിന്ദൻ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴെന്താണ് ഈ ഭാര്യാപദം എന്ന കാര്യം ഉയർത്തിക്കൊണ്ട് വരുന്നത്. താങ്കൾ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ സംഘടനാ പ്രവർത്തനത്തിലുണ്ട്, വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സംഘടനാ പ്രവർത്തനത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് MP ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രതികരിച്ചത്. എന്തായാലും ഒരു പുനർവിചിന്തനത്തിന് പാർട്ടി തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ പോലും ഈ പ്രവർത്തകരുടെ ഈ ഒരു കാര്യം മാനിക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം ഈ ഇത്തരത്തിൽ തളിപ്പറമ്പ് പോലെ ഒരു മണ്ഡലം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. മാത്രമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ അടിവേരുകളുള്ള ഒരു സ്ഥലത്ത് നിന്ന് ശരി, എന്തായാലും പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്, അത്രയും അടിവേരുള്ളൊരു മണ്ഡലമാണ് തളിപ്പറമ്പ് എന്ന് പറയുന്നത്. വെറും ഒരു പ്രാദേശിക വികാരമായി ഈ പി കെ ശ്യാമളയുടെ എതിർപ്പിനെ നേതൃത്വം കണക്കാക്കുമോ എന്നറിയില്ല. ഇനി ഇത് പി കെ ശ്യാമളയെ മാറ്റി ഇപ്പോൾ നേതൃത്വത്തിന് ഇപ്പോൾ എതിർപ്പ് ഉന്നയിക്കുന്നവരുടെയൊക്കെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഒരു സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ അറിയാൻ സാധിക്കും. ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പുതിയുഗ യാത്രയ്ക്ക് സമാപനമായതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസ് വേഗത്തിലാക്കുകയാണ്. രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് എത്തുന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കഴിയും എന്നുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് കോൺഗ്രസ്. തർക്കമുള്ള സീറ്റുകളിലൊക്കെ കൂടുതൽ ചർച്ചകളൊക്കെ നടത്തും. അത്തരത്തിൽ വിപുലമായ നീക്കങ്ങളുമൊക്കെ ആയിട്ട് കോൺഗ്രസും ഈ മുന്നിൽ തന്നെയുണ്ട്. ഏതായാലും അൺഫിലിറ്റ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അൺഫിലിറ്റ്, ഈ തർക്കമുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയുണ്ട്. മട്ടന്നൂർ സീറ്റ് വെച്ചു മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും മറ്റും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ എല്ലാ സ്ഥാനാർത്ഥി നിർണയങ്ങളും ഒക്കെ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. കാരണം മറ്റ് പാർട്ടികളൊക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ നൽകുന്നതാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നീക്കമൊക്കെ എങ്ങനെയാണ്? ഇത്രയും
നാൾ, അതായത് കഴിഞ്ഞ 2 ആഴ്ചയോളം CPM കോൺഗ്രസിലെ ചർച്ചകൾ, അതായത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ തന്നെ ചെറിയ മന്ദഗതിയിലായിരുന്നു, ഒരു വേഗത കുറവായിരുന്നു. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്ര എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ചൊക്കെ തന്നെയുള്ളത് വലിയൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രധാന യാത്ര തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ പുതുയുഗ യാത്രയിലായിരുന്നു. ആ യാത്ര ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ സജീവമായി തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്കോ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കോ കടന്നില്ല. ഒപ്പം തന്നെയും UDF-നുള്ള ഉഭയകക്ഷി ചർച്ചകളും ആ രീതിയിൽ തന്നെ മന്ദഗതിയിലായിരുന്നു. യാത്ര അവസാനിച്ചതിന് ശേഷം ഈ പ്രാഥമികഘട്ട ചർച്ചകളൊക്കെ ഏറെക്കുറെ, അതായത് 1-ാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കേണ്ട സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു 40ഓളം സീറ്റുകളുണ്ട്. ആ 40ഓളം സ്ഥാനാർത്ഥികൾ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെയാണ്. അതിൽ തന്നെയാണ് ഈ പാലക്കാടും തൃത്താലയും ഉൾപ്പെടെയുള്ള തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള ഈ 2 മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ മറ്റു ഇടങ്ങളിലൊക്കെ തന്നെയും ആയിട്ടുണ്ട്. മറ്റു 19 ഇടങ്ങളിലും സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് MLA-മാർ തന്നെയാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് പ്രമുഖരായ പല നേതാക്കന്മാരുമുണ്ട്. K. മുരളീധരൻ, VT ബൽറാം അടക്കമുള്ളവർ, TN പ്രതാപൻ അടക്കമുള്ള നേതാക്കൾ. അപ്പോൾ ഇവരുടെയൊക്കെ പ്രമുഖരെയൊക്കെ എവിടെ നിർത്തണം, ഏതൊക്കെ മണ്ഡലങ്ങൾ നിർത്തണം? പ്രമുഖർ എന്നതിനപ്പുറത്തേക്ക് ഉറപ്പായും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. ഈ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഇതൊക്കെ തന്നെ ഈ 40 ആദ്യഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കുന്ന 40 പേരുടെ പട്ടികയിൽ ഉണ്ടാകും. പക്ഷേ ഇതിൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും വലിയ രീതിയിൽ തർക്കം നടക്കുന്നുണ്ട്. കാരണം ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ DCC ഉൾപ്പെടെ 3-4 പേരുടെ പേരുകളൊക്കെയാണ് ഇപ്പോഴും നിർദ്ദേശിച്ചിട്ടുള്ളത്. അതൊരു ഒറ്റ പേരിലെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിൽ. അങ്ങനെ ചില ആ 1-ാം ഘട്ട പട്ടികയിലെ ചില ഒരു 6-7 സീറ്റുകളിൽ വലിയ രീതിയിൽ തർക്കം നടക്കുന്നുണ്ട്. ഈ തർക്കം നടത്തുന്നതൊക്കെ തന്നെയും പരിഹരിച്ച് മാത്രമേ 1-ാം ഘട്ട പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. അത് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ നടത്തേണ്ടതുണ്ട്. കാരണം വിജ്ഞാപനം ഒരുപക്ഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവുകയില്ല. വിജ്ഞാപനം ഏറെ വൈകാനുള്ള സാധ്യതയില്ല. വിജ്ഞാപനം ഒരുപക്ഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ്, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് 3 മുന്നണികളും കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ്. എന്നാൽ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഒരു തൊട്ട് പിന്നാലെ CPM എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അതേ രീതിയിൽ അതിന് മുന്നേ തന്നെയും കോൺഗ്രസ് ആദ്യത്തിൽ പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ് ആയിരിക്കണം എന്നൊരു വാശി കൂടി അവർക്കുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ 1-ാം ഘട്ട പട്ടികയിൽ ഇങ്ങനെ ഉടക്കി നിൽക്കുകയാണ്. നാളെ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് എത്തുകയാണ്. കാരണം VD സതീശൻ്റെ യാത്രയുടെ ഔദ്യോഗികമായ സമാപനത്തിൻ്റെ ഉദ്ഘാടനം പുത്തരിക്കണ്ട മൈതാനത്താണ്. അത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് വലിയ രീതിയിൽ തന്നെയാണ് സമാപന സമ്മേളനമൊക്കെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതും. അതിനുശേഷം ഈ രാഹുൽ ഗാന്ധി വന്ന് മടങ്ങുന്നതോടെ, അല്ലെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി നാളെ വരുമ്പോൾ ഈ ഏറ്റവും മുതിർന്ന നേതാക്കളുമായുള്ള ഒരു കൂടിയാലോചന തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന് ചില റിപ്പോർട്ടുകളും ആ രീതിയിലുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ സാന്നിധ്യത്തിൽ ഒരു ചർച്ച, അവിടെ അവസാനം ഒരു ചർച്ച ഉണ്ടാകും. അതിന് തൊട്ട് പിന്നാലെ തന്നെയും ഈ ഏറെക്കുറെ 40 പേരടങ്ങുന്ന 1-ാം ഘട്ട പ്രഖ്യാപനം, പട്ടികയുടെയൊക്കെ ഒരു പ്രഖ്യാപനം, ഔദ്യോഗിക പ്രഖ്യാപനം. ശരി അൻഫിലിറ്റ്, എന്തായാലും ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്രയൊക്കെ സമാപനമാകുന്നതോടുകൂടി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ വേഗത്തിലാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിൻ്റെ കേരള സന്ദർശനം തുടരുന്നു. ഇന്ന് രാവിലെ 300ഓളം കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വോട്ടർ ബോധവൽക്കരണ പരിപാടിയിൽ കമ്മീഷണർ പങ്കെടുക്കും. AT അശ്വതിയുണ്ട് വിവരങ്ങളുമായി. അശ്വതി, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമൊക്കെ. ഇന്ന് എന്തൊക്കെയാണ് പ്രത്യേക പരിപാടികളുള്ളത്? 3 ദിവസത്തെ സന്ദർശനമാണ്. നാളെയാണ് അത് അവസാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സന്ദർശനം തുടരുകയാണ്. ഇപ്പോൾ ഗോശ്രീ പാലത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഇവിടെ 300ഓളം വിദ്യാർത്ഥികളുമായിട്ട് അദ്ദേഹം സംവദിക്കും. അവരുടെ ഒപ്പം ഒരു പ്രഭാതം നടത്തും. ഒപ്പം തന്നെ ഈ സ്വീപ്പ് പരിപാടിയുടെ ഭാഗമായിട്ടാണ്, അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടിയായിട്ടുള്ള സ്വീപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ്. ഇതിൽ ഏറ്റവും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ജെൻസി കുട്ടികളാണ് അദ്ദേഹത്തോട് സംവദിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ പുതു വോട്ടർമാരാണ്. ഒരു ബോധവൽക്കരണ പരിപാടിയാണ് അടിസ്ഥാനപരമായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ ഏറെ നേരമായി അദ്ദേഹം ഈ ഗോശ്രീ പാലത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം ജില്ലാ കളക്ടറായിട്ടുള്ള ഇടമാണ്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ അദ്ദേഹം ആദ്യം പോയത് ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ നിർമ്മാണം, അത് പുനർനിർമ്മിക്കുന്നതും മറ്റുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സംഭാവനയുണ്ടായിരുന്നു. അദ്ദേഹം അവിടേക്കാണ് ആദ്യം പോയത്. പിന്നീട് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുകയും ഒക്കെ ചെയ്തു. ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന് ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരുമൊക്കെയായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച
കൂടിക്കാഴ്ച നടത്തുകയും പഴയ ഓർമ്മകൾ അയവിറക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രതികരണത്തിൽ തന്നെ നേരത്തെ ജില്ലാ കളക്ടറായിരുന്ന സമയത്തുണ്ടായിരുന്ന നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്, വീണ്ടും വീണ്ടും ആ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ് എന്നുള്ള പ്രതികരണമൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. ഇന്ന് ഈ ഗോശ്രീ പാലത്തിലെ പരിപാടിക്ക് ശേഷം അദ്ദേഹം നേരെ പോകുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇന്ന് വൈകുന്നേരവും അദ്ദേഹം കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തുന്നതായിരിക്കും. അങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം 7:15 മുതൽ 8 മണി വരെ മ്യൂസിക്കൽ വാക്ക് വേ, ഒപ്പം തന്നെ ചീനവല പാലം, ചിൽഡ്രൻസ് പാർക്ക് എന്നിവിടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഈ ഗോശ്രീ പാലം അത് മുഴുവൻ നടന്ന് അദ്ദേഹം ഇവിടേക്ക് വരികയാണ്. ഇനി ഇവിടെ കുട്ടികളുമായിട്ട് ചെറിയൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഇവിടുത്തെ ഈ രാവിലത്തെ ഈ പരിപാടി അവസാനിപ്പിച്ച് അദ്ദേഹം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികളുമായിട്ട് ഉള്ള ചർച്ചയാണ് ഉള്ളത്. നാളെയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാർത്താ സമ്മേളനം വെച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. അത് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഈ പരിപാടി അതിൻ്റെ സമാപ്തിയിലേക്ക് വരികയാണ്. തീർച്ചയായും നാളത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. എന്തായാലും ഗോശ്രീ പാലത്തിലൂടെ അദ്ദേഹം ഒരു പ്രഭാത നടത്തത്തിലാണ്. ഒപ്പം കുട്ടികളുമായി പിന്നീട് അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. AT അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന് യാതൊരു അയവുമില്ല. ഒരാഴ്ച പിന്നിട്ടിട്ടും ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക സംഘർഷം തുടരുകയാണ്. ഇറാനിൽ അതേസമയം മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ കൊല്ലപ്പെട്ടത് 1230 പേരാണ്. ഇറാൻ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും യുദ്ധം വ്യാപിക്കാൻ കാരണം ഇറാനാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാനെതിരെ US കനത്ത തിരിച്ചടി നൽകുകയാണെന്നും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം 90% കുറഞ്ഞുവെന്നും ഡ്രോൺ ആക്രമണത്തിൽ 83% കുറവുണ്ടെന്നും US സെൻട്രൽ കമാൻഡ് ഹെഡ് ബ്രാഡ് കൂപ്പർ പറഞ്ഞു. ഇറാൻ നേവിക്കെതിരെയുള്ള ആക്രമണം അമേരിക്ക കൂടുതൽ കടുപ്പിക്കുകയാണെന്നും ഇതുവരെ ഇറാന്റെ 30 കപ്പലുകളെങ്കിലും US തകർത്തുവെന്നും ഡ്രോൺ കാരിയർ ഉൾപ്പെടെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ടെന്നും ബ്രാഡ് കൂട്ടിച്ചേർത്തു. പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിന്റെ അടിത്തറ തകർക്കണമെന്നാണ് പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നും ഭാവിയിൽ മിസൈൽ ഉണ്ടാക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇസ്രയേലിലേക്കും ഗൾഫ് മേഖലയിലേക്കും ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ്. ഇറാൻ തൊടുത്ത 3 ബാലിസ്റ്റിക് മിസൈലുകളെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി. പ്രിൻസ് സുൽത്താൻ വ്യോമതാവളം ലക്ഷ്യമിട്ടെത്തിയതായിരുന്നു ഇവയെന്നും സൗദി പ്രതിരോധ മന്ത്രാലയം എക്സിലൂടെ അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് യുദ്ധവിമാനം തകർന്നു വീണതായി റിപ്പോർട്ടുകൾ. സുഖോയ് 30 MK1 യുദ്ധവിമാനം റഡാറിൽ നിന്ന് ബന്ധം നഷ്ടമായതാണ് പ്രതിരോധ വകുപ്പ് അറിയിക്കുന്നത്. റഡാറുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായുള്ള വിവരത്തെ തുടർന്ന് പരിശോധന ആരംഭിച്ചതായി ഗുവാഹത്തി പ്രതിരോധ PRO അറിയിച്ചു. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. വ്യോമസേനയാണ് ഇത് സംബന്ധിച്ച പരിശോധന നടത്തുന്നത്. അസമിൽ വെച്ചായിരുന്നു സംഭവം. വിമാനത്തിന്റെ പൈലറ്റിനെയും കാണാനില്ലെന്നാണ് വിവരം. അസമിലെ കർബി ആംഗ്ലോങ് മേഖലയിലാണ് പരിശോധന നടക്കുന്നത്. വ്യോമസേനയുടെ സുഖോയ് വിമാനം അസമിലെ ജോർഹാട്ട് വ്യോമതാവളത്തിൽ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്തതെന്നും രാത്രി 7:42 ആണ് അവസാനമായി ബന്ധപ്പെടാനായതെന്നും രക്ഷാദൗത്യം ആരംഭിച്ചതായും വ്യോമസേന അറിയിച്ചു. വലിയ ശബ്ദം കേട്ടതായും പുക ഉയരുന്നത് കണ്ടതായും പ്രദേശവാസികളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി കേന്ദ്രത്തിലേക്ക് വരികയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. നിതീഷ് കുമാർ രാജ്യസഭാ അംഗമാകുന്നതോടെ ബീഹാറിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ച സജീവമാണ്. നിലവിലെ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സാമ്രാട്ട് ചൗധരി, കേന്ദ്രമന്ത്രി നിത്യാനന്ദ റോയ്, BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ തുടങ്ങിയവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. ബീഹാറിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജിഷ്ണു. ഈ വലിയ മാറ്റങ്ങളൊക്കെയാണ് ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ BJPക്ക് ബീഹാറിൽ ആദ്യമായി മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുക കൂടി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ 3 പേരുകൾ നമ്മൾ പറഞ്ഞു. ഇതിൽ ആർക്കാണ് കൂടുതൽ സാധ്യത? ഒപ്പം നിത്യാനന്ദ റായിയെ കേന്ദ്രത്തിൽ നിന്നും മാറ്റി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് വലിയ നീക്കങ്ങളൊക്കെയാണോ ബീഹാറിൽ BJP നടത്താൻ ഉദ്ദേശിക്കുന്നത്?
മായ, ഗുഡ് മോർണിംഗ്. ചൂണ്ടിക്കാട്ടിയതുപോലെ ദേശീയ രാഷ്ട്രീയം തന്നെ ശ്രദ്ധിക്കുന്ന മാറ്റങ്ങളാണ് ബീഹാറിൽ നിലവിൽ നടക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രിയും JDU അധ്യക്ഷനുമായിട്ടുള്ള നിതീഷ് കുമാർ ഇന്നലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചർച്ചകൾ ഇതിനോടകം സജീവമാണ്. ഇന്നലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ചടങ്ങിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പട്നയിൽ തന്നെ NDAയുടെ നേതൃയോഗം നടന്നിരുന്നു. ആ നേതൃയോഗത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്നത് സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ബീഹാറിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് സസ്പെൻസ് ആണ്. നിലവിലുള്ള പേരുകൾ നിലവിലെ ഉപമുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള വിജയ് സാമ്രാട്ട് ചൗധരി, കൂടാതെ കേന്ദ്ര മന്ത്രിസഭയിൽ നിത്യാനന്ദ റായ് ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ്. നിലവിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ കഴിഞ്ഞ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJPയെ നയിച്ചത് ദിലീപ് ജയ്സ്വാൾ ആണ്. അത്തരത്തിൽ നിരവധി പേരുകളാണ് ചർച്ചയ്ക്ക് വരുന്നത്. പക്ഷേ നമുക്കറിയാം, മുൻപ് രാജസ്ഥാനും മധ്യപ്രദേശും ഹരിയാനയും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ ചർച്ച നടന്നിരുന്ന ഒരു പേരുമായിരുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. അതുകൊണ്ട് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിനോടകം തന്നെ നിതീഷ് കുമാർ ഇന്നലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൂടാതെ ബീഹാറിൽ നിന്ന് നിലവിൽ BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള നിതിൻ നബീൻ, ഉപേന്ദ്ര കുശ്വ തുടങ്ങിയിട്ടുള്ള നേതാക്കളാണ് NDAയിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം നൽകിയിട്ടുള്ളത്. 2020 25 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും അതിൽ തന്നെ BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ BJPക്ക് ആയിരുന്നില്ല. JDUവിന് തന്നെ നിതീഷ് കുമാറിന് തന്നെയായിരുന്നു അവസരം ലഭിച്ചത്. 2005 മുതൽ കഴിഞ്ഞ ദിവസം വരെയും വിവിധ കക്ഷികളുമായി ചേർന്നുകൊണ്ട് BJPയുമായി ചേർന്നുകൊണ്ടും RJDയും കോൺഗ്രസുമായി ചേർന്നുകൊണ്ടും തുടർച്ചയായി ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് നിതീഷ് കുമാർ. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന പ്രതികരണമാണ് ഇന്നലെ അമിത്ഷാ നടത്തിയത്. ഏതായാലും ബീഹാറിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ചകൾ സജീവമാണ്. സാമ്രാട്ട് ചൗധരി, കൂടാതെ കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ്, നിലവിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ തുടങ്ങിയ പേരുകളാണ് നിലവിൽ ചർച്ചയ്ക്ക് വരുന്നത്. മായ, ശരി. ബീഹാറിൽ ആദ്യമായി BJP മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുമ്പോൾ അതിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകളാണ് സജീവമാകുന്നത്. ജിഷ്ണു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് മാറ്റമുണ്ടായിരിക്കുകയാണ്. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ രാജി അംഗീകരിച്ചതിന് പിന്നാലെയാണ് പുതുതായി ഗവർണർമാരെ മാറ്റി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് രാഷ്ട്രപതി ഇറക്കിയത്. തമിഴ്നാട് ഗവർണർ RN രവിയെ പശ്ചിമബംഗാൾ ഗവർണറായി നിയമിച്ചു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് തമിഴ്നാടിന്റെ അധിക ചുമതല കൂടി നൽകി. ഹിമാചൽ പ്രദേശ് ഗവർണർ ശിവ് പ്രതാപ് ശുക്ലയെ തെലങ്കാന ഗവർണറായും തെലങ്കാന ഗവർണറായിരുന്ന ജിഷ്ണു ദേവ് വർമ്മയെ മഹാരാഷ്ട്ര ഗവർണറായും നിയമിച്ചു. ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്തയ്ക്ക് ഹിമാചൽ പ്രദേശിന്റെ ചുമതല നൽകിയിട്ടുണ്ട്. ഡൽഹി ഗവർണർ വിനയ് കുമാർ സക്സേനയെ ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണറായും നിയമിച്ചു. ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകന്റെ തലയറുത്ത് പാലത്തിൽ കൊണ്ടുചെന്ന് വെച്ചു. ആദ്യമായി ആലപ്പുഴയിൽ മത്സരരംഗത്തിറങ്ങിയപ്പോൾ നേരിട്ട അനുഭവങ്ങൾ അമൃത വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് CPMന്റെ മുതിർന്ന നേതാവായ G സുധാകരൻ. ഞാൻ മത്സരിക്കാൻ തുടങ്ങിയത് 982 ആദ്യമായിട്ട് മത്സരം കുട്ടനാട്ടിലാണ്. അവിടെ കേരള കോൺഗ്രസിൻ്റെ ആധിപത്യമാണ്. അപ്പോൾ മത്സരിച്ചു. പക്ഷേ 2867 വോട്ടിന് കുറവ് വന്നുള്ളൂ. 1000 അങ്ങ് പോയി. ഭയങ്കര മത്സരമായിരുന്നു. അത് തന്നെ അത്രയും തന്നെ കുറഞ്ഞ് തോക്കാൻ കാരണം BJP സ്ഥാനാർത്ഥി അങ്ങ് പിന്മാറി. അവർക്ക് 7000 വോട്ടുണ്ടെന്ന് അവിടെ. അവർ മത്സരിച്ച് ഞാൻ ഉറപ്പായിട്ട് ജയിച്ചാൽ ഞാൻ ജയിക്കരുതെന്ന് നമുക്ക് വാശിയത്. ഈ വൈരാഗ്യം വരാൻ അവർക്ക് കാരണം കുട്ടനാട്ടിൽ അവിടെ മലബാറിലെ തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളുണ്ടായ പോലെ CPIM കേഡർമാരും RSS കേഡർമാരും തമ്മിലുള്ള കായികമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ധാരാളം നടക്കുന്ന കാലമാണ്. തലശ്ശേരിയാണ് അതിൻ്റെ കേന്ദ്രം. കുട്ടനാട്ടിലേക്ക് അത് സ്പ്രെഡ് ചെയ്തു. കുറേ ഏറ്റുമുട്ടലുകൾ നടന്നു. അവസാനം ഇവരെ പൊങ്ങാന്നൊരു സ്ഥലമുണ്ട് അവിടെ, നെടുമുടി പഞ്ചായത്ത്, നമ്മുടെ AC റോഡില്ല. ഒരു പാർട്ടി പ്രവർത്തകനായ ഒരു SC/ST പെട്ട ഒരു രാജുവിനെ രാവിലെ അങ്ങ് വെട്ടിക്കൊല്ലുക. വൈകുന്നേരമായപ്പോൾ ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന അവരുടെ പ്രധാന കേഡറെ
അയാളും മരണപ്പെട്ടു. അപ്പോൾ പിന്നെ അങ്ങ് സ്പ്രെഡായി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഒരു 6-7 പേര് വീതം അപ്പുറം ഇപ്പുറമൊക്കെ മരിച്ചു. ഒടുവിൽ ഇവരെ ഒരു തങ്കപ്പൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ബോട്ട് ഡ്രൈവറാണ് അയാൾ വീണ്ടും തീ വെച്ചു. ഭാര്യയും ഒരു പെൺകുട്ടിയാണുള്ളത്, കൊച്ചുകുട്ടി. അവർക്ക് വെളിയിൽ ചാടി. തങ്കപ്പൻ ഇറങ്ങി അങ്ങ് ഓടി. ഒരു കുറേ പേരുണ്ടല്ലോ. തങ്കപ്പനൊരു ആചാര ബാഹുവാണ്. 5-6 പേരൊന്നും വന്നാലൊന്നും തങ്കപ്പനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. പക്ഷേ അവിടെ ഈ തെങ്ങൊക്കെ ചാഞ്ഞ് കിടക്കും. കുട്ടനാടിൻ്റെ പ്രത്യേകതയാണ്. അടിയിലോട്ട് കല്ലും മണ്ണും ഇല്ലാത്തതുകൊണ്ട് തെങ്ങിങ്ങനെ ചാഞ്ഞ് കിടക്കും. അപ്പോൾ ഓടുമ്പോൾ തെങ്ങ് ഈ പടലിയെ ചാഞ്ഞ് കിടന്ന പടലിയെ തട്ടി ഇയാൾ വീണു. ഇവിടെ ശിരസങ്ങ് അറുത്തെടുത്തു ഒറ്റവിട്ട്. അതും തൂക്കി പിടിച്ച് ഓകാളി ഭദ്രകാളി വിളിച്ച് മങ്ങുമ്പോൾ പാലത്തെ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്കത് ഇങ്ങനൊരു കൊലപാതകമൊക്കെ ഉണ്ടായാലും ഇങ്ങനെ അതേർത്ത് കൊണ്ടുപോയി ജാഥയായിട്ട് ഓംകാളി ഭദ്രകാളി വിളിച്ച് കൊണ്ടുപോകുന്ന പരിപാടിയൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് EMSഉം M-ങ്ങുന്നതിലൊക്കെ വന്നു. ഞാനുമായിട്ട് സംസാരിച്ചു. ഈ ഒരു പ്രശ്നത്തിലാണ് എന്നെ എങ്ങനെയും തോൽപ്പിക്കണം. അപ്പോൾ ഇതിനകത്തൊന്നും എനിക്ക് നേരിട്ട് പങ്കൊന്നുമില്ല, അത് അവർക്കും അറിയാം. അങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ മാറ്റിക്കിടന്നത്. ആ വോട്ട് മൊത്തം കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കൊടുത്തത്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് UDFൻ്റെ ഭാഗമായിട്ട്. അന്ന് ഒന്നാമത് കേരള കോൺഗ്രസ് കുറച്ച് സ്വാധീനമുള്ള കാലം അവർക്ക്. ഇപ്പോൾ കൂട്ടനാട്ടിൽ സ്വാധീനം കുറവാണ്. അങ്ങനെ ഞാൻ 2000 വോട്ട് തോറ്റു. അതാണ് ആദ്യത്തെ ഇലക്ഷൻ. VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ഏറ്റവും തലമുതിർന്ന നേതാവാണ് G. സുധാകരൻ. ആ G. സുധാകരനാണിപ്പോൾ ഓർമ്മകൾ പങ്കുവച്ചത്. ഇതേ G. സുധാകരൻ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ നിരന്തരമായ അവഗണനയ്ക്കെതിരെ ഫേസ്ബുക്കിലൂടെ പ്രതിഷേധിച്ച് പാർട്ടിയെ കുഴപ്പത്തിലും ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വികസന രംഗത്ത് കേരളത്തിന് വിസ്മയകരമായ മുന്നേറ്റമാണ് സാധ്യമായത്. സംസ്ഥാനത്തിൻ്റെ ഈ കുതിപ്പിന് കരുത്തും വേഗതയും പകർന്നത് കിഫ്ബി നൽകിയ സാമ്പത്തിക പിന്തുണയാണ്. സംസ്ഥാനത്തിലെ മണ്ഡലങ്ങളിലൊന്നായ വാമനപുരത്തിൻ്റെ വികസനത്തിലും കിഫ്ബി പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. 432.23 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിലൂടെ മണ്ഡലത്തിൽ സാധ്യമായിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ LDF ഭരണത്തിന് കീഴിൽ എല്ലാ മേഖലകളെയും ചേർത്തു പിടിച്ചുകൊണ്ടുള്ള വികസനത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ഉൾപ്പെടെയുള്ള വികസനം കിഫ്ബി നൽകിയ ഫണ്ടിലൂടെയാണ് സാധ്യമായത്. തിരുവനന്തപുരം ജില്ലയിലെ DK മുരളി MLA ആയിരിക്കുന്ന വാമനപുരം മണ്ഡലത്തിലും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. 432.23 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. പെരിങ്ങമല പഞ്ചായത്തുകളിൽ 3 റീച്ചുകളിലായി 25 കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയാക്കി. ഏകദേശം 167.67 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. 15 കിലോമീറ്റർ വരുന്ന പാലോട് ബ്രൈമൂർ റോഡിനായി 49.69 കോടി രൂപയും കിഫ്ബി അനുവദിച്ചു. 2014 ഞാൻ ഈ വാമനപുരം നിയോജകമണ്ഡലത്തിലെ നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2021 ആവർത്തിക്കുകയും ചെയ്തു, വിജയം ആവർത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ വിവിധ മേഖലകളിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനായിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് എടുക്കുന്ന ജനങ്ങൾക്ക് അനുകൂലമായ സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ്, ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവരാനായത്. എല്ലാ റോഡുകളും ഇപ്പോൾ 241 കിലോമീറ്റർ PW റോഡുകളിൽ ഉള്ളതിൽ 200 കൂടുതൽ കിലോമീറ്റർ റോഡ് BMN-BC അനുസരിച്ച് നവീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ മലയോര ഹൈവേ. അതിൻ്റെ 3 റീച്ചുകൾ എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് നടന്നിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെ 159.67 കോടി രൂപ ഇതിനകം ചിലവഴിച്ചിട്ടുണ്ട്. ഒരു മലയോര ഗ്രാമീണ മേഖലയാണ് എൻ്റെ മണ്ഡലം. അതിൽ പാലോട് നിന്ന് ബ്രൈമൂറിലേക്ക് ഒരു എസ്റ്റേറ്റ് മേഖലയാണ്, അതുപോലെ തന്നെ ടൂറിസ്റ്റ് മേഖലയാണ്, മങ്കയമെല്ലാം കടന്നു പോകുന്ന ഒരു റോഡാണ്. ആ റോഡ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 32 കോടി രൂപ മുടക്കി ആദ്യഘട്ടത്തിൽ തന്നെ 2017-18 ഘട്ടത്തിൽ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന് അത് പൂർത്തിയാക്കി എടുക്കാനായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും വലിയ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്.
വെഞ്ഞാറമൂട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി 5 കോടി രൂപയും മിത്രമല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി 3 കോടി രൂപയും ഭരതന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി 3 കോടി രൂപയും കല്ലറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനായി 3 കോടി രൂപയും ആട്ടുകാൽ യു പി സ്കൂൾ, പെരിങ്ങമല യു പി സ്കൂൾ, ആനാട് LP സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾക്കായി 1 കോടി രൂപയുമാണ് കിഫ്ബി വഴി അനുവദിച്ചത്. കിഫ്ബി വഴി സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ ലഭിച്ചതോടെ കുട്ടികൾക്കും അധ്യാപകർക്കും വലിയ ആശ്വാസമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കല്ലറ ഗവൺമെൻറ് VHS സ്കൂളിൽ ഏകദേശം 2500-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ കെട്ടിടത്തിൻ്റെ കുറച്ച് പര്യാപ്തത മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 3 കോടി രൂപയുടെ ഒരു ബിൽഡിങ്ങാണ് വന്നിരിക്കുന്നത്. ഈ 3 നില ബിൽഡിംഗ് മുമ്പ് ഒരു ആസ്ബറ്റോസ് ഷീറ്റുള്ള ക്ലാസ് റൂം ആയിരുന്നു. അതെല്ലാം പൊളിച്ചു മാറ്റി ഇപ്പോൾ 3 നിലയിലായിട്ട് ഏകദേശം 15ഓളം ക്ലാസ് റൂമുകളുണ്ട്. ഓരോ നിലയിലും അതിൻ്റേതായ ടോയ്ലറ്റ് സൗകര്യവും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ വികസനത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളെ ഏറെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. സർക്കാർ മുൻകൈ എടുത്ത് കിഫ്ബിയിലൂടെ നമുക്ക് അനുവദിച്ച കെട്ടിടമാണിത്. 3 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യവും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മറ്റടിസ്ഥാന സൗകര്യങ്ങളൊക്കെ സ്കൂളിന് നൽകുന്നു. വെഞ്ഞാറമൂട് സ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയ വികസന പ്രവർത്തനങ്ങളാണ് 2017-2020 കാലഘട്ടങ്ങളിലായി ഇവിടെ നടന്നത്. മറ്റ് സ്കൂളുകളിലൊക്കെ പുതിയ കെട്ടിടങ്ങൾ വന്നപ്പോൾ നമ്മുടെ സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരുന്ന 2 കെട്ടിടങ്ങൾ നവീകരിച്ച് പുതിയ 4 ക്ലാസ് റൂമുകളും അതൊരു ടോയ്ലറ്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ 2 ലാബ് കെട്ടിടങ്ങൾ, 2 ലാബ് മുറികൾ എല്ലാ സജ്ജീകരണങ്ങളോടെ റെഡിയാക്കി ഒരു സ്കൂളിന് അതിവിശാലമായൊരു ലൈബ്രറി, അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള സൗകര്യപ്രദമായൊരു ഓഡിറ്റോറിയം, ഇത്രയും കാര്യങ്ങളാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് വെഞ്ഞാറമൂട് സ്കൂളിന് ലഭിച്ചത്. വെഞ്ഞാറമൂട് സ്കൂള് കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയായി മനോഹരമായി കാണുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ കിഫ്ബി ഫണ്ട് വഴി വെഞ്ഞാറമൂട് സ്കൂളിൽ നടത്തിയത്. വെഞ്ഞാറമൂട് റിംഗ് റോഡ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. 39.69 കോടി രൂപയാണ് കിഫ്ബി വഴി അനുവദിച്ചത്. കല്ലറ പാങ്ങോട് കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായി 5 കോടി രൂപയും കിഫ്ബി വഴി അനുവദിച്ചു. ആരോഗ്യരംഗത്ത് കിഫ്ബിയുടെ സഹായം ലഭ്യമായിട്ടുണ്ട്. കല്ലറ ഒരു മാർക്കറ്റ് നവീകരിക്കുന്നതിന് വേണ്ടി കിഫ്ബിയാണ് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു NCC കേഡറ്റ് സെൻറ്റർ കല്ലറ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഫസ്റ്റ് റീച്ച് പണി പൂർത്തിയായി, സെക്കൻഡ് റീച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഫണ്ട് കിട്ടിയത് കിഫ്ബി എന്ന് പറയുന്ന സാമ്പത്തിക സംവിധാനത്തിൽ നിന്നാണ്. അങ്ങനെ നോക്കിയാൽ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി, എല്ലാ മേഖലയിലെയും വികസനത്തിന് വേണ്ടി കിഫ്ബിയിൽ നിന്ന് നിർലോഭമായ സഹായമാണ് കേരളത്തിൽ പൊതുവെ എന്നതുപോലെ എൻ്റെ നിയോജകമണ്ഡലത്തിലും കിട്ടിയിട്ടുള്ളതെന്ന് അഭിമാനത്തോടു കൂടി പറയാനാകും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നിയോജകമണ്ഡലം ഒരു മലയോര ഗ്രാമീണ മേഖലയാണ്. ഇവിടെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കുടിവെള്ളത്തിൻ്റേതാണ്. വേനൽക്കാലമായാൽ വാവന്നൂർ നദിയാണ് കുടിവെള്ള സ്രോതസ്സ്. നദി ഉൾപ്പെടെ വറ്റിപ്പോകും. പിന്നെ കുടിവെള്ളത്തിന് വലിയ ക്ഷാമം നേരിടും. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി 3 മേജർ കുടിവെള്ള പദ്ധതികൾ JJMൻ്റെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വാമനപുരം പഞ്ചായത്തിൽ കൈലാസത്ത് കുന്നത്ത്, അത് ത്രിതല പഞ്ചായത്തുകളുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ആ പദ്ധതി വസ്തുവെല്ലാം വാങ്ങിക്കൊടുത്തത്. അത് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉദ്ഘാടനവും നാടിന് സമർപ്പിക്കാൻ കഴിയുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട്. 107 കോടി രൂപ ചെലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വെഞ്ഞാറമൂട് മേൽപ്പാലം എത്തുന്നതോടെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. കിഫ്ബി വഴി അനുവദിച്ച 4.39 കോടി രൂപ ചെലവിൽ ഹൈടെക് ഫിഷ് മാർക്കറ്റിന്റെ പണി പുരോഗമിക്കുകയാണ്. ഫിഷ് മാർക്കറ്റിനായുള്ള സ്ഥലമേറ്റെടുപ്പ് ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. 1.69 കോടി രൂപ ചെലവിൽ പാലോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഐസൊലേഷൻ വാർഡ് നിർമ്മാണവും മിത്രമല ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിട നിർമ്മാണവും ജവഹർ നഗർ കോളനി ഹൈസ്കൂൾ കെട്ടിട നിർമ്മാണവും നിലവിൽ പുരോഗമിക്കുകയാണ്. 2-3 പുതിയ സ്ഥാപനങ്ങൾ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാനായാലും ഒന്ന് കളമച്ചൽ ഒരു ITI ആണ്. ITIക്ക് സ്ഥലം നാട്ടുകാരുടെ എല്ലാം സഹകരണത്തോടു കൂടി വാങ്ങി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്ത് അതിലിപ്പോൾ 3 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ITIയുടെ കോഴ്സുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കല്ലറ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു UIT യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടു കൂടി അതിന് സ്ഥലം കിട്ടി കെട്ടിടമായി ആ പ്രവർത്തനം ആ വിദ്യാഭ്യാസ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇനിയൊന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്നാണ് കേൾക്കുന്നത്, ഒരു ട്രൈബൽ മേഖലയിൽ ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അത് പാലോട് ആരംഭിച്ചു. അതോടൊപ്പം തന്നെ കരിയർ ഗൈഡൻസ് സെൻ്ററുമുണ്ട്. ആ കരിയർ ഗൈഡൻസ് സെൻ്ററിലൂടെ നിരവധി പേർക്ക് പരിശീലനം കിട്ടുകയും എംപ്ലോയ്മെൻറ്റ് മുഖാന്തരമുള്ള പ്ലേസ്മെൻ്റ് എല്ലാം ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. അതും ഈ നാട്ടിൽ വന്ന മറ്റൊരു സ്ഥാപനമാണ്. പിന്നെ ഒരു PW റെസ്റ്റ് ഹൗസ്, അതിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന കിഴായിക്കുണത്തെ ഫയർഫോഴ്സിന് പുതിയ കെട്ടിടമായി. പൊന്മുടി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, അതിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനായിട്ടുണ്ട്. മുടങ്ങിക്കിടന്ന ഗസ്റ്റ് ഹൗസ് അതിൻ്റെ പണി പൂർത്തിയായി. അതുപോലെ തന്നെ അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കായി കഴിഞ്ഞു. വിവിധ DTPCയുടെ ചില വികസന പ്രവർത്തനങ്ങൾ അവിടെ വരികയുണ്ടായി. ഒരു ഇപ്പുറത്ത് താഴെ മർച്ചൻ്റ് എസ്റ്റേറ്റ് തുടങ്ങുന്ന ഭാഗത്ത് PWDയുടെ ഒരു ക്യാമ്പ് ഷെഡ് ഉണ്ടായിരുന്നു, അത് നവീകരിച്ചു. അതിന് ഒരു കഫത്തേരിയ ആരംഭിക്കാനായി. ആ നിലയിൽ ഒരു ടൂറിസ്റ്റ് സെൻ്റർ എന്ന നിലയിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന തരത്തിൽ മനോഹരമാക്കി അതിനെ നവീകരിച്ച് കൊണ്ടുവരാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. ടൂറിസം മേഖലയിലും പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ വികസന യാത്രയിൽ കിഫ്ബി നൽകിയ പിന്തുണ ചെറുതല്ല. 9.5 വർഷത്തിനിടെ 1237 പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. സംസ്ഥാനത്തെ റോഡുകൾ, പാലങ്ങൾ, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ള വിതരണം, ഇറിഗേഷൻ, ഗതാഗതം, ടൂറിസം, കായികം, ഊർജം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾ കിഫ്ബിയിലൂടെ ഇതിനോടകം സാധ്യമായിട്ടുണ്ട്. ഞാൻ ആദ്യം MLA ആയി വരുമ്പോൾ പ്രഖ്യാപിച്ച പൊന്മുടിയിലെ ടൂറിസം മേഖല എന്ന നിലയിൽ വികസിപ്പിക്കുന്നതിനാവശ്യമായ കിഫ്ബി മുഖാന്തരം ഫണ്ട് അനുവദിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പൊന്മുടിയിൽ നിന്ന് താഴെ ബ്രൈമൂറിലെത്തുന്ന ഒരു വനപാതയുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാര്യത്തിൽ കല്ലുപാകിയ പാതയാണ്, കുതിരയെല്ലാം കൊണ്ട് പോകുന്നതിന് വേണ്ടി ഉള്ളതാണ്. ആ റോഡിന് വേണ്ടി 10 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ അനുവദിച്ചു. പക്ഷേ അതിന് ആവശ്യമായ സർവേ നടത്താനും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഫോറസ്റ്റ് നിയമങ്ങൾ തടസ്സമായി. ഫോറസ്റ്റ് കൺസർവേറ്റീവ് നിയമം അനുസരിച്ച് പല വികസന പ്രവർത്തനങ്ങൾക്കും അവിടെ തടസ്സം നിന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ എൻ്റെയും ഞങ്ങളുടെ മണ്ഡലത്തിലുള്ളവരുടെയും ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. അത് നടക്കാതെ പോയി എന്നുള്ള ഈ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി എന്നുള്ളൊരു ദുഃഖമുണ്ട്. പിന്നെ വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ചൊരു DSP ഓഫീസ്, പക്ഷേ താലൂക്ക് കേന്ദ്രങ്ങളിൽ മാത്രം DSP ഓഫീസ് അനുവദിക്കുന്ന ഒരു നില വന്നപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ 2 താലൂക്കുകൾ പുതുതായി ഉയർന്നു വന്നു, കാട്ടാക്കടയും വർക്കലയും. അപ്പോൾ ആ ഘട്ടത്തിൽ ഇതിൻ്റെ പ്രയോറിറ്റി നഷ്ടപ്പെടുകയുണ്ടായി. ഭാവിയിൽ DSP ഓഫീസ് കൊണ്ടുവരണം എന്ന് തന്നെയാണ് താല്പര്യം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി ഒരുങ്ങുകയാണ് നമ്മുടെ സംസ്ഥാനം. പല മണ്ഡലങ്ങളിലും ഇപ്പോഴും ജനപ്രതിനിധികൾ ആഗ്രഹിച്ച് ആസൂത്രണം ചെയ്ത ചില പദ്ധതികൾ പല കാരണങ്ങളാൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു വട്ടം കൂടി ജനങ്ങൾ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അവയും യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പാണ് അവർക്ക് നൽകാനുള്ളത്. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭൂരഹിതർക്കായി സംസ്ഥാന സർക്കാർ ലൈഫ് പദ്ധതിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റിന്റെ പണികൾ ഇടുക്കി കട്ടപ്പനയിൽ അവസാന ഘട്ടത്തിലെത്തി. 6 വർഷം മുൻപ് ആരംഭിച്ച ഫ്ളാറ്റ് നിർമ്മാണം ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. വർഷങ്ങളായി മഴയും വെയിലുമേറ്റ് കിടന്ന നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരം പരിശോധിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. വീടും ഭൂമിയുമില്ലാത്തവർക്ക് സ്വന്തമായി കിടപ്പാടമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫ്ളാറ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് 39 ഫ്ളാറ്റുകൾ നിർമ്മിക്കാനായിരുന്നു ധാരണ. ഇതേ തുടർന്ന് ഭൂമി ഏറ്റെടുത്ത് പണികൾ ആരംഭിച്ചു. എന്നാൽ കോവിഡ് വ്യാപകമായതോടെ പണികൾ നിലച്ചു. പിന്നീട് നിർമ്മാണ സാമഗ്രികളുടെ വിലവർധന ചൂണ്ടിക്കാട്ടി കരാർ കമ്പനികൾ പണികൾ നിർത്തി. കരാർ തുക ഉയർത്തണമെന്നായിരുന്നു ആവശ്യം. 5 വർഷത്തോളം മുടങ്ങിക്കിടന്ന നിർമ്മാണം സമീപനാളിൽ പുനരാരംഭിച്ചു. കട്ടപ്പനയിൽ ഫ്ളാറ്റിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പണികൾ അതിവേഗം പുരോഗമിക്കുമ്പോഴും കാലങ്ങളോളം വെയിലും മഴയും ഏറ്റുകിടന്ന നിർമ്മാണ സാമഗ്രികളുടെ ഗുണമേന്മ സംബന്ധിച്ച് ആശങ്ക ഉയരുന്നുണ്ട്. കട്ടപ്പനയിൽ ഏതാണ്ട് 45ഓളം വീടുകളാണ് ഇതിനകത്തുള്ളത്, ഫ്ലാറ്റുകളാണ് ഇതിനകത്തുള്ളത്. കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാവപ്പെട്ട ആളുകൾ, പട്ടികജാതിക്കാർ, ആദിവാസികളൊക്കെ ആയിട്ടുള്ള അതിപിന്നോക്കരായ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ. അത് ഈ 45 ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ആശ്വാസകരം. ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, നിർമ്മാണം എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. വളരെ ആശ്വാസകരമാണ്. കാരണം അതിന് നമുക്ക് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ അത് ചെയ്യുമ്പോൾ കൂടി ഇതിൻ്റെ ഈ നിർമ്മാണ സാമഗ്രികളുടെ ഗുണമേന്മ അടിയന്തരമായി പരിശോധിക്കണം. കട്ടപ്പനയിൽ 45 കുടുംബങ്ങൾക്കായി 4 നിലകളിലാണ് ഫ്ളാറ്റ് ഉയരുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപായി പണികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, ഇടുക്കി. ഇനി വിപണി വിലയിരുത്തലാണ്. ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്. പശ്ചിമേഷ്യയിലെ സംഘർഷമൊക്കെ വിപണിയെ ബാധിച്ചിട്ടുണ്ട്.
ഇന്ന് വിപണിയിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള വിപണികളിൽ പലതിലും നഷ്ടമാണ്. ഏഷ്യൻ വിപണികളിൽ പലതിലും നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നുണ്ട്. തന്നെ അതിൻ്റെ സ്വാധീനം നമ്മുടെ വിപണിയിലുണ്ടാവും. 2-3 ദിവസം തുടർച്ചയായി വിപണിയിലുണ്ടായിട്ട് വലിയ വിൽപ്പനയ്ക്ക് ശേഷം ഇന്നലെ വിപണിയിൽ നേരിയ ഒരു നിക്ഷേപ താല്പര്യം കണ്ടിരുന്നു. പല മേഖലകളിലും ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ അവസാന മണിക്കൂറുകളിൽ വിൽപ്പനയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. എങ്കിൽ കൂടിയും ഇന്നലെ ഒരു ശുഭപ്രതീക്ഷയിൽ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ, എണ്ണവിലയിലും രൂപയുടെ മൂല്യത്തിലും ഒരു ക്രമപ്പെടൽ രൂപപ്പെട്ടത്, ഇതെല്ലാമായിരുന്നു ഇന്നലെ വിപണിയെ മുന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ അവസാന മണിക്കൂറിൽ വിൽപ്പനയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇന്നിപ്പോൾ വീണ്ടും വിപണിയിൽ വിൽപ്പന തുടരുമെന്നാണ് കരുതുന്നത്. യൂറോപ്യൻ വിപണികളിലും US-ലും ഇന്നിപ്പോൾ പല ഏഷ്യൻ വിപണികളിലും നഷ്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിലുണ്ടാവും. എങ്കിൽ കൂടിയും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണി ഇനിയും പ്രതീക്ഷിക്കണം. 25,200 എന്നുള്ള കഴിഞ്ഞ 200 ദിവസത്തെ ശരാശരി നിഫ്റ്റിയുടെ നീക്കത്തിന് മുകളിലേക്ക് വ്യാപാരം എത്തുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ ഇനി തുടർച്ചയായിട്ട് മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയുള്ളൂ. മറിച്ചാണെങ്കിൽ 24,500 എന്നുള്ള നിലവാരമാണ് അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുന്നത്. അതിന് താഴെ 25,200. സാങ്കേതികമായി ഈ നിലവാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ സ്ഥിതിവിശേഷമോ അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഒരു മാറ്റമോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതിനനുസരിച്ചുള്ള പ്രതികരണം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും നഷ്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. ശരി, വിപണി വിലയിരുത്തുകയായിരുന്നു കെ ദിലീപ്. ലോകത്തിലെ ആദ്യ AI ഫോൺ നിർമ്മാതാക്കളായ സാംസങ്ങിൻ്റെ 3ാം തലമുറ AI ഫോൺ ഗാലക്സി S26 സീരീസിൻ്റെ ഇന്ത്യയിലെ ആദ്യ റീറ്റെയിൽ ലോഞ്ചും ഫസ്റ്റ് സെയിലും മൈജിയുടെ നേതൃത്വത്തിൽ നടന്നു. കോഴിക്കോട് കടവ് റിസോർട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം രജിഷ വിജയൻ മുഖ്യാതിഥിയായിരുന്നു. സാംസങ്ങിൻ്റെ ഇന്ത്യയിലെ നമ്പർ 1 പാർട്ട്ണറായ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള അവസരം മൈജി ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ മൈജിയുടെ ഏത് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ബ്രാൻഡ് ഓഫറുകൾക്ക് പുറമെ മൈജി നൽകുന്ന സ്പെഷ്യൽ ഓഫറുകളും ലഭ്യമാകും. സാംസങ് ഗാലക്സി S26, S26 Plus, S26 Ultra എന്നിങ്ങനെ 3 മോഡലുകളാണ് ഈ സീരീസിലുള്ളത്. 87,999 രൂപ മുതലാണ് ഫോണുകളുടെ വില തുടങ്ങുന്നത്. നിങ്ങളുടെ പഴയ ഫോണുകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ S26 സീരീസ് ഫോണുകൾ വാങ്ങുമ്പോൾ പഴയ ഫോണുകൾക്ക് മികച്ച എക്സ്ചേഞ്ച് വിലയും പുതിയ ഫോണുകൾക്ക് മികച്ച ഓഫറും മൈജി നൽകുന്നുണ്ട്. ബിൽറ്റ് ഇൻ പ്രൈവസി ഡിസ്പ്ലേ ആണ് ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത. ഇതിലെ 200 MP മെയിൻ ക്യാമറ രാത്രികാലങ്ങളിൽ പോലും ഫോട്ടോഗ്രാഫി സുഗമമാക്കും. First sale took place here today, so that's really we are so happy. So here phone like varaanengilum there are many advantages are there. I would like to just highlight the key features. The already she told the first one where the first privacy on display in phone. തിരുവനന്തപുരം കഴക്കൂട്ടം ടെക്നോ പാർക്ക് ക്യാമ്പസിലെ KSFEയുടെ പുതിയ ശാഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈനായായിരുന്നു ഉദ്ഘാടനം. ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് നിക്ഷേപിക്കാവുന്നതും ആവശ്യമുള്ള സമയത്ത് പണം പിൻവലിക്കാവുന്നതുമായ ഫ്രറ്റർണിറ്റി ഫണ്ട് കൈകാര്യം ചെയ്യുന്ന വിധമുള്ളതാണ് KSFEയുടെ പുതിയ ശാഖ. സിനിമാ നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസന്റെ ലൈവ് സംഗീത സന്ധ്യയും പരിപാടിയുടെ ഭാഗമായി. തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന്റെ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശിക്ഷ മരവിപ്പിക്കണമെന്നാണ് ആവശ്യം. കൃത്രിമം നടത്തിയതിന് തെളിവുണ്ടെന്ന നിലപാടിലാണ് പ്രോസിക്യൂഷൻ. 3 വർഷത്തെ ശിക്ഷ ലഭിച്ചതോടെ MLA സ്ഥാനത്ത് നിന്ന് ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ 2ാം പീഡനക്കേസിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി ഇന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. ബംഗളൂരു സ്വദേശിനെ പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസ്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച അപേക്ഷയിൽ കോടതി ഇന്ന് വാദം കേൾക്കും. ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നാണ് പരാതി. നേരത്തെ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ നൽകിയിരുന്ന 5ാമത്തെ വ്യവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ ലംഘിച്ചിരുന്നു. 2ാം അതിജീവിതയെ ഫോണിൽ വിളിച്ചതാണ് കോടതി അലക്ഷ്യമായത്. രാഹുൽ വാട്സാപ്പ് കോൾ ചെയ്തെന്ന് യുവതി പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് ഹർജി.
കോഴിക്കോട് യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം സ്വർണം തട്ടിയെടുത്ത പ്രതി പിടിയിൽ. കോട്ടക്കൽ സ്വദേശി മുഹമ്മദ് ജസീലാണ് പിടിയിലായത്. സമൂഹ മാധ്യമത്തിലൂടെ നാദാപുരം സ്വദേശിനിയുമായി പരിചയത്തിലായ പ്രതി 2025 ഏപ്രിലിൽ കോഴിക്കോട് ടൗണിലെ ഹോട്ടലിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്യുകയും 6 പവനോളം സ്വർണം കൈക്കലാക്കുകയുമായിരുന്നു. യുവതിയുടെ പരാതിയിൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിക്കെതിരെ സമാനമായ മറ്റൊരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ടെന്നും ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കൊല്ലത്ത് ഉത്സവാഘോഷത്തിനിടെ ക്രൂരമർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി മരിച്ചു. കുന്നത്തൂർ സ്വദേശിയായ 18-കാരൻ ഹരികൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരുത്തടി ക്ഷേത്രത്തിൽ വെച്ച് ഹരികൃഷ്ണനെ ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചത്. ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ഞായറാഴ്ച രാത്രിയിൽ മരുത്തടി ക്ഷേത്രോത്സവത്തിനെത്തിയതാണ് ഹരികൃഷ്ണനും സഹോദരനും. ഈ സമയം അവിടെയുണ്ടായിരുന്ന മദ്യപസംഘം ഇവരുമായി വാക്കേറ്റമുണ്ടാകുകയും തുടർന്ന് ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. നിലത്ത് വീണ ഹരികൃഷ്ണനെ തടിക്കഷ്ണം ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെ തങ്കിയങ്കി ഘോഷയാത്ര കഴിഞ്ഞ് സദ്യാലയത്തിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം. ഗുരുതര പരിക്കേറ്റ് ഹരികൃഷ്ണനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന ഹരികൃഷ്ണന് മസ്തിഷ്ക മരണം സംഭവിച്ചതായി സ്ഥിരീകരിച്ചു. ഹരികൃഷ്ണന്റെ സഹോദരനും കൂടെയുള്ള മറ്റൊരാൾക്കും പരിക്കേറ്റിരുന്നു. കേസിൽ ഇതുവരെ 4 പ്രതികളാണ് ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത്. മറ്റു പ്രതികൾ ഒളിവിലാണെന്നും അന്വേഷണം ഊർജിതമാണെന്നും പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. Can you feel that? Greens on backs with the crest held high. One more ball and we touch the sky. T20 ലോകകപ്പിലെ ആവേശകരമായ സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി ഇന്ത്യ ഫൈനലിൽ. ഓപ്പണറായി ഇറങ്ങി 42 പന്തിൽ 89 റൺസ് അടിച്ചുകൂട്ടിയ മലയാളി താരം സഞ്ജു സാംസന്റെ വെടിക്കെട്ട് പ്രകടനമാണ് ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിനായി ജേക്കബ് ബേദൽ സെഞ്ചുറിയുമായി പൊരുതിയെങ്കിലും ഇന്ത്യൻ ബൗളർമാരുടെ കൃത്യതയിൽ അവർ 7 റൺസ് അകലെ വീണു. ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ന്യൂസിലാൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം നീലക്കടലായി മാറിയ രാത്രി. ടോസ് നേടി ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലീഷ് നായകൻ ഹാരി ബ്രൂക്കിന്റെ കണക്കുകൂട്ടലുകൾ സഞ്ജു സാംസൺ തെറ്റിച്ചു. ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു 42 പന്തിൽ അടിച്ചുകൂട്ടിയത് 89 റൺസ്. 8 ഫോറുകളും 7 പടുകൂറ്റൻ സിക്സുകളും അടങ്ങിയ ആ ഇന്നിംഗ്സ് ഇന്ത്യക്ക് നൽകിയത് അസാമാന്യമായ തുടക്കം. സഞ്ജുവിന് കൂട്ടായി ഇഷാൻ കിഷനും മധ്യനിരയിൽ ശിവം ദുബൈയും തകർത്തടിച്ചപ്പോൾ 2020 ലോകകപ്പ് നോക്കൌട്ട് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് ഇന്ത്യ കുതിച്ചു. നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 253 റൺസ്. എന്നാൽ 254 എന്ന കൂറ്റൻ ലക്ഷ്യം കണ്ട ഇംഗ്ലണ്ട് ഭയന്നില്ല. 22-കാരനായ ജേക്കബ് ബേദൽ ഇന്ത്യയെ ഞെട്ടിച്ചു. 48 പന്തിൽ 105 റൺസ് നേടി ബേദൽ വാങ്കഡയെ നിശബ്ദമാക്കി. ഒരവസരത്തിൽ ഇംഗ്ലണ്ട് വിജയം നേടുമെന്ന് തോന്നിച്ചെങ്കിലും അവസാന ഓവറുകളിൽ ഇന്ത്യൻ ബൗളർമാർ തിരിച്ചടിച്ചു. നിർണായകമായ 18-ാം ഓവർ എറിഞ്ഞ ജസ്പ്രീത് ബുംറ 6 റൺസ് മാത്രം വിട്ടുകൊടുത്ത് കളി ഇന്ത്യയുടെ കൈപ്പിടിയിലാക്കി. അവസാന ഓവറിൽ 30 റൺസ് വേണ്ടിയിരുന്ന ഇംഗ്ലണ്ടിന് ആകെ നേടാനായത് 22 റൺസ്. ഇംഗ്ലണ്ടിന്റെ പോരാട്ടം 20 ഓവറിൽ 246 റൺസിന് അവസാനിച്ചു. 7 റൺസിന്റെ ആവേശജയത്തോടെ ഇന്ത്യ ഫൈനലിലെത്തി. ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. 89 റൺസുമായി ഇന്ത്യയുടെ നട്ടലായ സഞ്ജു സാംസൺ തന്നെയാണ് കളിയിലെ താരം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.